അല്ല, ഞാൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് ജിമ്മി, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം BJP വലിയ മുന്നേറ്റം നടത്തി. നിയമസഭയിലേക്കുള്ള അവരുടെ പ്രകടനമായിരുന്നില്ല അതിന്റെ അടിസ്ഥാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയ വലിയ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഭരണം പിടിക്കുമെന്നുള്ള ഒരു പ്രവചനം ഉണ്ടായിരുന്നത്. പക്ഷേ അത് അമ്പേ പാളി. ഇപ്പോൾ നോക്കൂ, കേരളം നമുക്ക് ഒരു സമാഹരിച്ച് പറയാമെന്ന് തോന്നുന്നു. റാവു, NDTV, മെട്രിക്സ് എല്ലാം നമ്മുടെ സ്ക്രീനിൽ വരുന്നുണ്ട്. അത് ഒരു തവണ കൂടി പ്രേക്ഷകർക്കായി കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കേരളം എന്തായാലും നോക്കൂ, NDTV 55 മുതൽ 65 വരെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന NDTV ആണ്. 65 സീറ്റ് വരെ, മെട്രിക്സും 65, ബാക്കി 2 ഏജൻസികളും ടൈംസ് നൗവും റിപ്പബ്ലിക്കും 69 വരെ റിപ്പബ്ലിക് പറയുന്നുണ്ട് LDF പിടിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട എല്ലാ ഏജൻസികളും 70 മുതലുള്ള സീറ്റുകൾ എന്തായാലും UDF പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് UDFന് കൃത്യമായ കഴിയില്ല. UDFന് 70-ന് മുകളിലെത്താനുമാകും എന്ന് പറഞ്ഞാൽ എല്ലാ എക്സിറ്റ് പോളുകളും UDFന് ഏതാണ്ട് വ്യക്തമായ മേൽക്കൈ പ്രവചിക്കുന്നു എന്നുള്ളതാണ്. BJP എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത് ഈ എക്സിറ്റ് പോൾ സർവേയുടെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി സീരിയസ് ആയി ആലോചിക്കേണ്ടി വരും. BJP ക്യാൻ ടേൺ ടു എ കിങ് മേക്കർ. അല്ല, ആക്സിസ് മൈ ഇന്ത്യ BJPക്ക് എത്രയാണ് പറയുന്നത്? ആക്സിസ് മൈ ഇന്ത്യ അവരുടെ കുറെ കൂടി ആക്യുറേറ്റ് അല്ല, അതാണല്ലോ നമ്മൾ 0 മുതൽ 3 വരെ, അതാണ് കുറെ കൂടി ആക്യുറേറ്റ്. അപ്പൊ BJP ഒരു കറുത്ത കുതിരയാകും, അവര് തീരുമാനിക്കും ആര് ഭരിക്കും എന്നുള്ളത് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നില്ല. ശരിയാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കിയാൽ അതിനകത്ത് ഒരു പോൾ ഓഫ് പോൾസ് എടുക്കുകയാണെങ്കിൽ BJP കിങ് മേക്കർ ആകാനുള്ള സാധ്യത. ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെയാണ്. ഈ തരത്തിലുള്ള ഒരു പ്രവചനം അവരെ കുറിച്ച് കഴിഞ്ഞ തവണയും ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ ഏജൻസികൾക്ക് അവരുടെ ഒരു സ്വഭാവം വെച്ചാണ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് തീർത്തും തള്ളിക്കളയാൻ കഴിയില്ല. ഒരു 0 എന്ന നിലയിൽ മാത്രം അവരെ ഒതുക്കി നിർത്തിക്കൊണ്ടൊരു എക്സിറ്റ് പോൾ ഫലം പുറത്തിറക്കാൻ അവർ സാധാരണഗതിയിൽ തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഇത് വരുന്നത്. ഒരുപക്ഷെ അത് സംഭവിച്ചേക്കാം. അല്ല പ്രമോദ്, അങ്ങനെയല്ല. നമ്മൾ ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ചവരല്ലേ. BJPക്ക് 2021 വലിയ സാധ്യതയുണ്ടെന്നുള്ളത് വ്യക്തമല്ലേ? ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. 0 പോകാനുള്ള സാധ്യതയും തീർത്തുമില്ലാതില്ല. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണത്തെ 0 ആകാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഞാൻ പറയുന്നത് കേരളത്തിൽ മൊത്തത്തിൽ BJPക്ക് വോട്ട് പെർസെന്റേജ് വർദ്ധിക്കുക, മൊത്തം പിന്തുണ കൂടുക, അങ്ങനെ സാധ്യത അവർക്ക് നിയമത്തോ അല്ലെങ്കിൽ കഴക്കൂട്ടത്തിൽ ജയിക്കാനുള്ള സാധ്യതയുള്ളത്. ഇപ്പൊ നോക്കുക, 2016 അവർക്ക് വലിയ തോതിൽ വോട്ടിംഗ് പോൾ പെർസെന്റേജ് സർജ് ഉണ്ടായി. 2011 അപേക്ഷിച്ച് 2016 വലിയ തോതിൽ അവർ പോൾ പെർസെന്റേജ് കൂടി. അവിടെയാണ് അവർക്ക് ഒരു സീറ്റ് കിട്ടിയത്. അതേസമയം അവർക്ക് സംസ്ഥാനത്തെമ്പാടും വോട്ട് കുറഞ്ഞ സമയത്ത് അവരുള്ള അക്കൗണ്ട് കൂട്ടി. അപ്പോൾ അങ്ങനെ സംസ്ഥാനത്തെമ്പാടും അവരുടെ വോട്ട് പെർസെന്റേജ് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ എന്നാണ് ജിമ്മി എന്റെ ചോദ്യം. അങ്ങനെ ഇത്തവണ BJP സ്ഥാനാർത്ഥികൾ നിർത്തേണ്ടെന്ന് നോക്കൂ. 2021 കുറച്ച് സ്ഥാനാർത്ഥികളെ BJP നിർത്തിയിട്ടുള്ളൂ. പോളിംഗ് ശതമാനം ആർക്ക് വേണം, പുഴുങ്ങി തിന്നാനാണോ എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ സ്വകാര്യമായി പലരോടും ചോദിച്ചിട്ടുള്ളത്. എന്തിനാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥി നിർത്തണോ വേണ്ടെന്ന് ആലോചിച്ച പാർട്ടിയാണ് BJP. സ്ട്രാറ്റജിക്കായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുക, അവർക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതായിരുന്നു സ്ട്രാറ്റജി. ഒന്നിൽ കൂടുതൽ സീറ്റ് BJP നേടിയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി വർക്ക് ചെയ്തു. സി വോട്ടറിന്റെ എക്സിറ്റ് പോളിൽ മഞ്ചേശ്വരത്ത് ജയസാധ്യത AK മഷഫിനാണ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവിടെ സംശയം ജനിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, സുരേന്ദ്രൻ ഒട്ടും തന്നെ വളരെ പുറമേ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വളരെ ആഘോഷം അല്ലെങ്കിൽ ഒരു മേള ഉണ്ടാക്കുന്നതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതൊരു സ്ട്രാറ്റജി ആയിട്ടാണ് പൊതുവിൽ കണ്ടിരുന്നത്. ഇപ്പോൾ നോക്കൂ, ആദ്യമായിട്ട് ടുഡേസ് ചാണക്യ വന്നിരിക്കുന്നു. ടുഡേസ് ചാണക്യ പ്രകാരം കേരളത്തിന് വന്നിട്ടില്ല. അത് 5:45 അവർ പറയുന്നതാണ്. ശരി, കാസർഗോഡ് നാളത്തേക്ക് മാറ്റിയവർ പ്രജാപോൾ 178 208 സീറ്റ് വരെ നേടി BJP വൻ മുന്നേറ്റം നടത്തുമെന്ന പ്രവചനം നടത്തുന്നത് പ്രജാപോൾ എന്ന് പറയുന്ന ഏജൻസിയാണ്. 170 സീറ്റിലും മുതൽ 200-ലധികം സീറ്റുകൾ നേടി പശ്ചിമ ബംഗാളിൽ BJP ഭരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ BJP ഭരണത്തിന്റെ സൂചന നിരവധി ഏജൻസികൾ ഇപ്പൊ നമ്മൾ സ്ക്രീനിന്റെ വലതുവശത്ത് കാണുന്നത് TMCയുടെ 85 മുതൽ 110 വരെ മാക്സിമമാണ്. 178 മുതൽ 208 വരെ സീറ്റുകൾ നേടി. 2021 തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ തൃണമൂൽ തന്നെ വരുമെന്ന് പ്രവചിച്ചത് ടുഡേസ് ചാണക്യ മാത്രമാണ്. അല്ലെ? ടുഡേസ് ചാണക്യ മാത്രമാണ്. അവര് നാളെ പറയുള്ളൂ. അതാണ്